ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പിടുത്തം കിട്ടിയില്ലേ? ഇത് AI വീഡിയോ അല്ല, കൂടെയുള്ളവർ നമ്മുടെ നൂറുൽ ഹബീബായ ആറ്റക്കോയ തങ്ങളെ ചതിച്ചതാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മേത്തിട്ടിട്ട് തുള്ളി. ഇപ്പൊ ശരിക്കും മനസ്സിലായില്ലേ ആരാണ് കൂടെയുള്ളവർ ചതിച്ചെന്ന് തന്നെ നമ്മുടെ തങ്ങൾ വന്നിട്ട് ഇപ്പൊ പറഞ്ഞ്. പിന്നെ ഒരു കാര്യം, ഇതിനും ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം, നിങ്ങൾ കേട്ടോ, എന്നിട്ടായിരുന്നു നിങ്ങൾ എന്നോട് ചീത്ത പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിനി എന്ത് കഥയെന്നറിയോ? നിങ്ങളെ ആളുകൾ നമ്മളെ വന്നിട്ട് ഈ വീഡിയോ ഇടുന്ന പറ്റി ചീത്ത പറഞ്ഞ, ഇപ്പൊ ഇന്ന് തങ്ങൾ അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, ആരും ചീത്ത പറയണ്ടാന്ന്. ഇങ്ങനെ പല കാര്യങ്ങളോട് ആ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കാല്ല. തങ്ങളെ അഭിപ്രായം സിഹർ ബാത്തിലാക്കാൻ ചെറിയ തോതിൽ 3500. അതിന്റെ ബാക്കിൽ ഒരുപാട് ചതികളുണ്ട്. അതൊരു പെണ്ണിനയച്ച വോയിസ് ഒന്നുമല്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, ചില തങ്ങന്മാർക്ക് വിഷമമുണ്ടാവും. അപ്പൊ ചതിയാണ് ചതിയാണ് ചതിയാണ്. അപ്പൊ ഞാൻ ആർക്കും ഒരു മറുപടി കേട്ടോ. നമ്മളെ കൂടെ ഉള്ളവരെന്ത്, നമ്മളിപ്പോ കൂടെ നിന്നിട്ട് ചതിക്കുന്നത് കേട്ടിട്ട് ഞങ്ങൾ അൽഹംദുലില്ലാ. അതൊക്കെ ഞാൻ എന്നെ അറിയുന്നവർക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം എന്ത് ഞാൻ ഏത് ചികിത്സ ചെയ്യുന്നത്. ഒരു കോഴിമുട്ടന്റെ ചികിത്സ പോലും ഇവിടെ ഇല്ല. ഇവിടെ കോഴിമുട്ടന്റെ ചികിത്സ ഒരു ശൈത്താൻ ഇളക്കി അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല. എനിക്കറിയാം. ഞാൻ ഒന്നിനും മറുപടി പറയല്ല. എന്നെ പറയുന്നവർക്ക് അല്ലാഹു അതൊക്കെ റബ്ബ് തീരുമാനിക്കും. അപ്പോ അതൊരു ചതിയാണ്. ഞാനതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് എനിക്കത് മനസ്സിലായി ചതിയാണെന്ന്. അതിന്റെ ബാക്കിൽ അത് ഒരാൾക്ക് അയച്ചു കൊടുത്തതാണ്. എന്തിനറിയാം? മുപ്പരി നമുക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ ചിരിപ്പിക്കുന്ന ആളുകൾ നോക്കാം. പക്ഷെ ചികിത്സ ഇല്ലാത്ത കുറെ, അതിനെ കുറിച്ച് പറയുന്നില്ല. അതെ, ഞങ്ങൾ തന്നെ വോയിസ് ഇടുന്ന സമയത്ത് ഞങ്ങളോട് പറയും സൂക്ഷിക്കണം. ഞങ്ങൾ എന്നോട് തന്നെ ഏത് ഒരാൾ നമ്മളോട് ഇപ്പൊ വാട്സപ്പിൽ വരികയാണെങ്കിലും അതുപോലെ ഫോൺ വിളിക്കുകയാണെങ്കിലും എപ്പം തരുന്നൊരു ഉപദേശമാണ് ഇത്. നമ്മളെ വോയിസുകൾ വളരെ സൂക്ഷിക്കണം, കാരണം നമ്മൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ തങ്ങൾ തന്നെ ഇങ്ങനെ രൂപത്തിൽ അതിന് ഭയങ്കര അത്ഭുതപ്പെട്ടു. അപ്പൊ അതൊന്ന് നമ്മളെ സംബന്ധിച്ച് ഞാൻ ആർക്കും എന്തില്ല മറുപടി കൊടുക്കാനൊന്നുമില്ല. പക്ഷെ അതൊരു ചതിയാണ്, അതൊരു ചതിയാണ്. വിശ്വാസമല്ല, അതുപോലെ റബ്ബായിക്കോട്ടെ. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറയാനായിട്ട് മറുപടി കൊടുക്കുമ്പോ ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കും. കുറെ ചോദിക്കുന്ന ആളാണ് പറയണ്ട. നമ്മളൊന്നും പറയാലോ. അള്ളാഹു എല്ലാവർക്കും ദുനിയാവൊരു ചതിക്കുകയാണ്, ദുനിയാവൊരു ചതിക്കുകയാണ്. ആ ചതിക്കുള്ളിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പറഞ്ഞോന്ന് മാത്രം, അതിനെക്കുറിച്ച് വിശദീകരിക്കൊന്നുമില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. അൽഹംദുലില്ലാ, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മതി. കൊടക്കാടിന്റെ മുറ്റം ജനസാഗരായിരിക്കും. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ. എന്നാൽ കന്നാറ് സത്യമാണ് കേട്ടോ. കന്നാറ് സത്യമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കൊന്നിനും മറുപടിയില്ല, ആർക്കൊന്നിനും മറുപടിയില്ല, ആർക്കൊന്നിനും മറുപടിയില്ല. മനസ്സിലായല്ലേ? അല്ല ഉണ്ടല്ലോ, അതന്നെ, വേറൊന്നുമില്ല കേട്ടോ. അല്ലാഹ് ഖൈറിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാരും ആ വീഡിയോ ഞാൻ കണ്ടു തങ്ങൾ. അതാണ് പ്രശ്നേ. നിങ്ങൾ നമ്മളെ കുറ്റം വേണം, നിങ്ങളാണ് റീച്ച് ഉണ്ടായി കൊടുക്കുന്നത്, നിങ്ങളാണ് റീച്ച് ഉണ്ടായി കൊടുക്കുന്നത്. സാരല്ല, ഞങ്ങൾ കണ്ടോളി കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളെ കുറ്റുണ്ടല്ലോ, ഞാൻ ഇന്നലെ ഒരു സഹോദരി എനിക്ക് എന്താക്കി ആ വീഡിയോ അയച്ചു തന്നെ എന്നോട് പറഞ്ഞു. ഞാന് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ കരയണേ? ഇന്നലെ പറയണത് ഞാൻ കരഞ്ഞിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കണില്ല, ഞാൻ ഉറങ്ങുന്നുണ്ട്, ഞാൻ ഓടുന്നുണ്ട്, ഞാൻ ചാടുന്നുണ്ട്, ഞാൻ കളിക്കുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് മനസ്സിലായേ? ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാർ നാട് കടത്തുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ? ഒരു സഹോദരി വിളിച്ചിട്ട് തങ്ങളോട് പറഞ്ഞ് കരഞ്ഞു പോയി എന്ന് ആ വോയിസ് കേൾക്കുമ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലായില്ല? ഇപ്പോൾ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇത് നമ്മളെ കൂടെയുള്ളവർ ചതിച്ചതാണ് എന്ന് തങ്ങൾ തന്നെ ആ വോയിസിൽ പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ നമുക്കൊന്ന്? ഇത് AI വീഡിയോ എല്ലാം കൂടെയുള്ളവർ ചതിച്ചെന്ന്. പിന്നെ
അപ്പുറത്തിരിക്കുന്ന ആ തങ്ങളും എന്താ പറയുന്നുള്ളത്? തങ്ങൾ തന്നെ ഏതൊരു വോയിസ് അയക്കുമ്പോഴും പറയലുണ്ട് സൂക്ഷിച്ചിട്ട് ചെയ്യണം, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന്. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ നിങ്ങളിത് AI വീഡിയോ ആണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്കെതിരിട്ടിട്ട് കുറഞ്ഞ് ആ തങ്ങൾക്കെതിരെ ഈ ഒരു AI വീഡിയോ എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ സംസാരിക്കുന്നതിനാകുമ്പോൾ വീഡിയോ ഒരുപാട് ആളുകൾ തെറി വിളിക്കാനും വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? 3000 രൂപയും 7500 ഷെഹർ ബാത്തിലാക്കാനും വേണ്ടിയിട്ട് തങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആ വോയിസ്. ഇതിനു മുമ്പത്തെ വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താ? അത് AI വീഡിയോ. AI വീഡിയോ ഇത്ര കറക്റ്റായിട്ടെല്ലാം ഇറക്കുന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി? AI വീഡിയോ എല്ലാം ഇറക്കലുണ്ട്, പക്ഷേ ഇതിനു മുമ്പേത്തെ ഒരു വോയിസ് ആയിരുന്നില്ല, അൻസാരി ഉസ്താദിൻ്റെയും റാദ ഉസ്താദിനും പിന്നെ ഒരു ഉസ്താദിൻ്റെ ഒരു വോയിസ് പിന്നെ നിങ്ങൾ ക്ലിപ്പാക്കിയിട്ട് നൂർ ഹബീബിൻ്റെ മുത്തുമണികൾ ഒരു ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്ത്? അപ്പോൾ അതിലെല്ലാം വോയിസ് വ്യത്യാസം കാണുന്നില്ല. അത് അൻസാരി ഉസ്താദിൻ്റെയും അല്ല, റാദ ഉസ്താദിൻ്റെ അല്ല, മറ്റേ ആ ഉസ്താദിൻ്റെയും അല്ല, എന്ത് മദനി ഉസ്താദ അവരതുമല്ല. അത് AI വീഡിയോയിൽ സൗണ്ടുകൾ വ്യത്യാസം വരും. പക്ഷെ ഈ ഒരു വോയിസ് നമ്മുടെ നൂർ ഹബീബ് എന്ന ഹാറ്റക്കോയ തങ്ങളുടെ ശരിക്കുമുള്ള വോയിസാണ് നമ്മൾ കേൾക്കുന്നുള്ളത്. അത് എന്തുകൊണ്ടാണ്? എന്നിട്ട് തങ്ങളിപ്പോൾ അവിടെ പറയുന്ന വാക്കുകളുണ്ടാ, എൻ്റെ ഇവിടെ ഒരു മുട്ട കൊണ്ട് മന്ത്രിക്കലില്ല, ഒരു മുട്ട കൊണ്ട് ഷെയർ ചെയ്യലില്ല, മറ്റുള്ള ഷെയറുകളൊന്നും ഞങ്ങളിവിടെ ചെയ്യാറില്ല. പക്ഷെ പിന്നെങ്ങനെയാണ് തങ്ങൾ ആ വോയിസ് വന്നത്? എന്നിട്ട് പിന്നെ ഒന്ന് പറയുന്നുണ്ട് തങ്ങൾ, അത് വേറൊരാർക്കോ വേണ്ടിയിട്ട് ഞാൻ ഇത് അയച്ചു കൊടുത്തത്, അത് അയപ്പത് അങ്ങനെയും പറയുന്നുണ്ട് ആ വോയിസിൽ, ആ വീഡിയോയിൽ, ഈ വീഡിയോയിൽ, ഈ കാണുന്ന ഇപ്പം ഞാൻ ചെയ്ത ഈ വീഡിയോയിൽ. പക്ഷെ എന്നിട്ടായിട്ടും ആളുകൾ പറയുന്നത് ഞങ്ങളെ നൂറുൽ ഹബീബ് ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണുണ്ടോ? ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ള ചില സ്ത്രീകൾ ആഡ്മിനായ താത്താമാരാണ്. ഇവരാണ് ഈ ചീത്ത പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ചീത്ത പറയുന്നത്? എന്നിട്ട് അതിൻ്റെ ശേഷം എൻ്റെ ഒരു കമൻറ്റ്, നിന്നെ ചീത്ത അല്ലാണ്ട് പിന്നെന്തോ പറയേണ്ടത് എന്ന്. അങ്ങനെയല്ല എൻ്റെ സഹോദരി പറയണ്ടേ. ഒരാൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വ്യക്തമാക്കിയിട്ട് തരേണ്ടത് നിങ്ങളെ കടമയാണ്, അല്ലാണ്ട് ചീത്തയിൽ കൂടിയിട്ടല്ല നിങ്ങൾ അതിനെ പ്രതികരിക്കേണ്ടത്. ഇപ്പം തങ്ങൾ പറഞ്ഞില്ലേ എന്ത്? ഇത് ആരോ ചതിച്ചത് എന്ന്. ആരോന്നല്ല, നമ്മുടെ കൂടെ ഉണ്ടാൾ. അപ്പോൾ തങ്ങളെ കൂടെ നിന്ന് ഓരോരാളെ വിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? മനസ്സിലാക്കാം, തങ്ങളെ കൂടെയിൽ നിന്ന് ചില ആളുകൾ ഓരോന്നായിട്ട് വിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പുറത്തിറക്കിയ വോയിസാണ്, തങ്ങളെ വോയിസ് അവർ പുറത്തിറക്കിയെന്നാണ് തങ്ങൾ പറയുന്നുള്ളത്. പിന്നെ പറയുന്നു കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലത്ത് ഒരുപാട് ആളുകൾ വരും തങ്ങളെ വരാണ്ടിരിക്കില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സലാത്തും ദിക്റുകളും ചെല്ലാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുള്ളതാണ്.